മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ CPIM ഓഫീസിന് നേരെ ആക്രമണം. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞത്. നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെയാണ് നഗരത്തിൽ സംഘർഷമുണ്ടായത്. സ്വാലിഹ് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ഒരിക്കൽ കൂടി സ്വാലി, വ്യാപക ആക്രമം അഴിച്ചുവിടുകയാണ് ലീഗ് പ്രവർത്തകർ പലയിടത്തും. നമ്മളത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടതാണ്. പെരിന്തൽമണ്ണയിൽ എന്താണ് സംഭവിച്ചത്? മനു, ഇന്നലെയായിരുന്നു നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പെരിന്തൽമണ്ണയിൽ നടക്കുന്നത്. 3 പതിറ്റാണ്ടിന് ശേഷം പെരിന്തൽമണ്ണ നഗരസഭ UDF പിടിച്ചെടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മടങ്ങുമ്പോൾ വലിയൊരു ആഹ്ലാദ പ്രകടനമായാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ വന്നത്. ഇതിനിടെ CPIM-ന്റെ ഓഫീസിലേക്ക്, പെരിന്തൽമണ്ണ പട്ടാമ്പി റോട്ടിലുള്ള ഓഫീസിലേക്ക് കല്ലെറിയുകയായിരുന്നു. ഇതാണ് വലിയൊരു പ്രതിഷേധം പിന്നീട് നഗരത്തിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ ആ ഭാഗത്തേക്ക് പ്രകടനം പോയിട്ടില്ല. അതൊരു അഭ്യൂഹം മാത്രമാണ് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. പോലീസും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകുന്നില്ല. ഏതായാലും CPM ഓഫീസിന് നേരെ ആക്രമിച്ചതിലാണ് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ആ സമയത്ത് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെയും കല്ലേറുണ്ടായി, ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇതോടെ രാത്രി വൈകിയും വലിയ പ്രതിഷേധം UDF പ്രവർത്തകരെത്തി, മുസ്ലിം ലീഗ് പ്രവർത്തകരെത്തി ഹൈവേ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാനപ്പെട്ട വിഷയം എന്നറിയോ സ്വാലി, ഇവിടെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യുമ്പോൾ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നതാണ്. സ്വാലി, ഇവിടെ ഒരു പ്രശ്നം, മാധ്യമങ്ങൾ വാർത്ത നൽകുമ്പോൾ അതിൽ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. മുസ്ലിം ലീഗിന്റെ വേർഷൻ മാത്രമാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെ വരുന്നത്. അവിടെ CPIM-ന് സംഭവിച്ചതോ CPIM-ന് നേരെ ഉണ്ടായതോ ആയ അക്രമങ്ങൾ പരിഗണിക്കപ്പെടാതെ പോവുകയാണ്. ഇതിനൊരു കുഴപ്പം അതാണ്. ഇപ്പോൾ ഇലക്ഷന് ശേഷം നടന്ന വിവിധ സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ, അവിടെയെല്ലാം മറുഭാഗം എന്താണെന്ന് നമ്മൾ കാണുന്നതേയില്ല. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ CPIM-നെ പ്രതിസ്ഥാനത്ത് നിർത്തി വാർത്തകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. മറുഭാഗത്ത് എന്താണ് സംഭവിക്കുന്നതെന്നോ മറുഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളുടെ വിഷ്വൽസോ ഒന്നും പുറത്തേക്ക് വരുന്നതേയില്ല. തീർച്ചയായും മനു, പെരിന്തൽമണ്ണ തന്നെ പിന്നെ വലിയ പോലീസ് കാവൽ, ഏതാണ്ട് 8 മണിയോടെയൊക്കെ നഗരത്തിൽ മുഴുവൻ ഇടത്തും പോലീസിനെ വിന്യസിച്ചിരുന്നു. വലിയ സുരക്ഷ നഗരത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊടികളുമൊക്കെയായി സംഘടിച്ചെത്തി CPIM ഓഫീസ് രണ്ടാമതും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ സമയത്തും MLA-യുടെ നേതൃത്വത്തിൽ, പെരിന്തൽമണ്ണ MLA-യുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ഓഫീസിന് മുമ്പിൽ, അതായത് പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് പോകുന്ന ദേശീയപാതയിൽ ആ ഭാഗത്തായി റോഡ് ഉപരോധം നടത്തുകയാണ്. ഏതാണ്ട് 10 മണി വരെയൊക്കെ ഈ ഉപരോധം നീണ്ടുപോയിരുന്നു. പിന്നീടും രാത്രി വൈകിയും സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ഓഫീസ് കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത, CPIM-ന്റെ പ്രകടനത്തിൽ പങ്കെടുത്ത 5 പേരെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു സംഘർഷാവസ്ഥ ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട്. നഗരത്തിൽ എല്ലായിടത്തും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. UDF ഇന്ന് പെരിന്തൽമണ്ണ നഗരത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവശ്യ സർവീസുകളെ മാത്രം ഒഴിവാക്കി, നമുക്കറിയാം പെരിന്തൽമണ്ണ നിരവധി ആശുപത്രികളുള്ള, സ്വകാര്യ ആശുപത്രികളാണെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളൊക്കെയുള്ള ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നും, പാലക്കാട് ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ ആശുപത്രിയൊക്കെ ആശ്രയിക്കുന്നത് പെരിന്തൽമണ്ണ നഗരത്തെയാണ്. അതുകൊണ്ട് ഈ നഗരത്തിൽ ഹർത്താൽ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. ഏതായാലും ഹർത്താലിന് UDF ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി, സ്വാലിഹ വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. പെരിന്തൽമണ്ണയിൽ ഏതായാലും ലീഗിന്റെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പക്ഷേ മാധ്യമങ്ങൾ വാർത്ത നൽകുമ്പോൾ CPIM ആക്രമണം നടത്തിയെന്ന പേരിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, എന്തൊക്കെ ഇരട്ടത്താപ്പുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ കഴിയുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം.